നിലനിൽപ്പുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ, ഞാൻ ദൈവവൈതലാണല്ലോ, ഞാൻ വിശ്വസ്തയോടെ നിന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഒരിടത്തും നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ ഒരിടത്തും ബലം പ്രാപിക്കാൻ കഴിയുന്നില്ല, ഒരിടത്തും മാന്യതയോടെ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം പരാജയങ്ങൾ സംഭവിക്കുന്നു, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പരാജയങ്ങൾ കടന്നു വരുന്നു. ഇന്ന് പകൽസമയത്ത് ദൈവമക്കളെ, എനിക്ക് ഇത്രമാത്രം വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ഇത്രമാത്രം പഠിപ്പുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നില്ല? എന്നാൽ എനിക്ക് ഇതുപോലെ ഒരു തൊഴിലറിയാം, എന്നാൽ ആ തൊഴിലിനകത്ത് എന്തുകൊണ്ട് എനിക്കൊരു ഉയർച്ച സമ്പാദിക്കാൻ കഴിയുന്നില്ല? ജീവിതത്തിൽ പല നിലവാരത്തിലുള്ള കണക്കുകൂട്ടലുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിട്ടും ആ കണക്കുകൂട്ടലുകളും പദ്ധതികളും ഒന്നും ജീവിതത്തിൽ വിജയിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ സമയത്ത് ദാവീദിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതോടും ഇടയായി തീരണം, എന്റെ യഹോവ എനിക്ക് സഹായകനാകുന്നു. നമ്മുടെ സകല ചില പദ്ധതികളെല്ലാം തകരും. ചില ആലോചനകൾ, നമ്മുടെ ആലോചനകൾ ചിലതൊക്കെ തകരും. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആനന്ദന ഗിബെയയിൽ ശൗലിന്റെ അടുക്കൽ വന്നു, ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള അഹിലാ മലയിലെ വന ദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ഇത്രയും കേട്ടാ മതി ശൗലിന് സന്തോഷം ഉണ്ടാകാൻ. ചിലർക്ക് സന്തോഷം ഉണ്ടാകാൻ ചില പരദൂഷണം മതി. ചിലർക്ക് സന്തോഷം ഉണ്ടാകാൻ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ മതി, നമുക്ക് വലിയ സന്തോഷമാണ്, അല്ലെ? സ്തോത്രം. ആ വ്യക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവര് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. സ്തോത്രം. ഇതുപോലെ ശൗല് വലിയ ഒരു ആനന്ദത്തിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് ഈ ഭാഗം. കാരണം ദാവീദിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, ഇല്ല എങ്കിൽ തന്റെ കുലത്തിന് ഇനി ഒരു രാജാവ് ഈ ഇസ്രായേലിൽ ഉണ്ടാകത്തില്ലെന്ന് ശൗലിന് നല്ലതുപോലെ ബോധ്യപ്പെട്ടു. കാരണം ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ മുഴുവനും ശൗല് തെറ്റിച്ചത് കൊണ്ട് ശൗലിന് മനസ്സിലായി, ഇനി ഈ രാജത്വത്തിന്റെ നടുവിൽ എനിക്കും എന്റെ കുലത്തിനും നിൽക്കാൻ കഴിയത്തില്ലെന്ന് ശൗലിന് ബോധ്യമായപ്പോൾ മറ്റൊരുവൻ എഴുന്നേൽക്കുന്നത് അവന്റെ മുമ്പിൽ അവന് കണ്ണുകടിയുണ്ടായി. സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പകരം ആരെങ്കിലും ആ കാര്യം ചെയ്യാൻ എഴുന്നേറ്റാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. എനിക്ക് കഴിവുണ്ടല്ലോ, എനിക്ക് പഠിപ്പുണ്ടല്ലോ, ഞാനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇനി അതിന് സ്തോത്രം തടസ്സമായിട്ടും മറ്റൊരുവൻ എഴുന്നേറ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. ഈ സഹോദരിമാർ ഏറ്റവും വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? സ്തോത്രം. എന്താണ്? നമ്മുടെ ഭർത്താക്കന്മാര് മറ്റുള്ള സ്ത്രീകളോട് കൂടുതൽ ഇടപെടുന്നതും കൂടുതൽ സംസാരിക്കുന്നതും ഒക്കെ ഭാര്യമാർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സ്തോത്രം. സ്തോത്രം. അതുപോലെ തന്നെ ഭാര്യമാരെ മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഇടപെടുന്നത് ഭർത്താക്കന്മാർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. സ്തോത്രം. അതിന് വിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സ്തോത്രം. ഇന്നത്തെ സോഷ്യൽ മീഡിയയും സോഷ്യൽ സംവിധാനവും ഇന്നത്തെ വിദ്യാഭ്യാസ നിലവാരവും ഒക്കെ അതിനൊക്കെ വിഭിന്നമാണ്. അതിനൊക്കെ വിഭിന്നമാണ്. കോളേജിലാണെങ്കിലും സ്തോത്രം നമുക്കറിയാം, പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് ഇരുന്നു കൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് സ്തോത്രം ദാസ് പഠിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും സ്തോത്രം അടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ എന്ത് ചെയ്തു? ഒരു മാറ്റങ്ങളിലേക്ക് വന്നു. പണ്ടത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെ? എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് മാറി വരികയാണ്.
കൂടുതൽ ഇടപെടകാൻ, സ്തോത്രം ഹാലലിയ, പെൺപിള്ളാരോട് ആൺപിള്ളാർക്ക് കൂടുതൽ ഇടപെടകാൻ ഉള്ള അവസരങ്ങൾ ഹാലലിയ, സ്തോത്രം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാത്ത നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ ലോകം എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ വായിച്ച ആ ഭാഗം ഞാൻ പറയാൻ കാരണം, ഹല്ലേലൂയ, ദാവീദിന്റെ ജീവിതത്തിന്റെ നിലവാരത്തിന്റെ ഉയർച്ച ശൗലിന് ഏറ്റവും വിഷമത ഉള്ളതാക്കി മാറ്റുമ്പോൾ അവന് അനുകൂലമായിട്ട് ദാവീദിന് വിരോധമായിട്ട് ചില സമൂഹങ്ങൾ എഴുന്നേൽക്കുന്നത് ശൗലിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ആ തിരുമനസ്സിനെ ആഗ്രഹം പോലെ, ആകിയാൽ രാജാവേ തിരുമനസ്സിനെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം, അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സിബീർ വന്നിട്ട് പറയുക, ഹല്ലേലൂയ, ഞങ്ങള് നിന്റെ ശത്രുവിനെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഹല്ലേലൂയ. ഈ കർത്താവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന യൂദായിക്കും ഇതേ ഒരു മെതേഡായിരുന്നു, ഇതേ ഒരു മെതേഡാണ്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആരെ ചുംബിക്കുന്നോ അവനെ നിങ്ങൾ പിടിച്ചോളണം. ഹല്ലേലൂയ. അവനാണ് യേശു. ഹല്ലേലൂയ. ഇങ്ങനെ ചില ഈ നമുക്കറിയാം, ഈ കള്ളക്കടത്തുകാരും ഈ മയക്കുമരുന്നിന്റെ അതിന്റെ വ്യാപാരം ചെയ്യുന്നവരൊക്കെ ചില കോഡുകൾ ഉപയോഗിക്കും. ചില കോഡുകൾ അത് പോലീസുകാർക്ക് അറിയാത്ത നിലവാരത്തില്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാത്ത നിലവാരത്തിലുള്ള കോഡുകൾ ഇവർ പരസ്പരം കൈമാറും. ഹല്ലേലൂയ. അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ കോഡ് കേൾക്കുന്ന ആൾക്കറിയാം ഇന്നതാണ് പറയുന്നത്, ഇന്നതാണ് ഇന്ന ഇടപാടാണെന്ന് അവർക്ക് പരസ്പരം അറിയാം. ഹല്ലേലൂയ. മറ്റാർക്കും ആ സംവിധാനം അറിയത്തില്ല. ഇവിടെ അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ, ഗിബെയോർ ഹല്ലേലൂയ, ഇവര് വന്നിട്ട് പറയുക, സ്തോത്രം ഹല്ലേലൂയ, എന്താണ് ഞാൻ സീബേര് വന്നിട്ട് പറയുക, ഞങ്ങൾ എന്ത് ചെയ്യാം, നിന്നെ ഏൽപ്പിച്ചു തരാം, കാണിച്ചു തരാം, പിടിച്ചു തരാമെന്നല്ല പറഞ്ഞ് കാണിച്ചു തരാം, നീ എന്ത് ചെയ്തോണം. രാജാവിന്റെ അനുയായികളും എല്ലാം കൂടെ ചേർന്നാൽ ഈ സാധാരണ ഏകദേശം 600 പേരുള്ള ദാവീദിനെയും കൂട്ടരെയും വകവരുത്താനോ പിടിക്കാനോ രാജാവിനെ സംബന്ധിച്ച് നിസ്സാരമോ. ആയുധങ്ങളില്ലാത്ത, ആരോഗ്യമില്ലാത്ത, സാമ്രാജ്യമില്ലാത്ത, സ്തോത്രം സംവിധാനങ്ങളില്ലാത്ത ദാവീദിനെ ഹല്ലേലൂയ ക്ഷണം നേരം കൊണ്ട് ശൗലിനെ പിടിച്ചൊതുക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഈ സീബിയർ എത്തപ്പെടുമ്പോൾ ഹല്ലേലൂയ, ഇവിടെയാണ് ദാവീദ് നിലവിളിക്കുന്നത്. എന്താണ് നിലവിളിക്കുന്നത്? ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണം. അപ്പം കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്, ഏറ്റവും ഉന്നതമായ നാമമാണ്. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഏത് സ്തോത്രം, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത സ്തോത്രം സാഹചര്യങ്ങൾ ആരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും? സ്തോത്രം. നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടോ, നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടോ, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമുക്ക് ഇത് ഓഫ് ചെയ്ത് സ്തോത്രം ഹല്ലേലൂയ പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് മനസ്സിലാക്കിയ ഭക്തൻ പറയുക, ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം വളരെ വലുതാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് 5 അപേക്ഷകളുണ്ട്. ഹല്ലേലൂയ. നിന്റെ നാമത്താൽ രക്ഷിക്കണേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ എന്നൊക്കെ പറയുന്ന 5 അപേക്ഷകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. ദൈവത്തിന് മുമ്പാകെ ഈ അപേക്ഷകൾ വെക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതിന് ഉത്തരമായിട്ടും മറുപടി ആയിട്ടും ചില കാര്യങ്ങൾ ദൈവവും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കാണുവാൻ പണിമണിയായി തീരുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി, അല്ലെ, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. എന്നിട്ട് വെച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അപ്പോൾ ഇതാണ് ഈ നാമത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സ്തോത്രം. ഈ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന് രൂപം ഉണ്ടായിരുന്നു, ഗുണമുണ്ടായിരുന്നു, ശ്രേഷ്ഠതയുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, രാജത്വം അവന്റെ കയ്യിലായിരുന്നു, ദൈവത്വം അവന്റെ കൂടെയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അതെല്ലാം മുറുകെ പിടിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വായിക്കുന്നു, അവിടെ എന്താണ് വായിക്കുന്നത്? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ദൈവം എന്ത് പറഞ്ഞോ അത് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല, നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ എന്തെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്തെല്ലാം കൽപ്പിച്ചിരിക്കുന്നു, അത് പൂർണ്ണമായിട്ട് ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ, എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ മനുഷ്യരെന്ന നിലയിൽ പലരെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന പലരെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ ഒരുവൻ അതെല്ലാം ഏറ്റെടുത്ത് തികച്ചു. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിലപ്പോൾ വാക്ക് വ്യത്യാസം കാണിക്കും, വാക്ക് മാറും. സ്തോത്രം. നമ്മൾ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 12:30 വരും. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ മീറ്റിംഗിന് നമ്മൾ കാണത്തില്ല. ഹല്ലേലൂയ. നമുക്ക് നമ്മുടേതായ പല വാക്കുകൾക്കും നമ്മൾ വ്യത്യാസം വരുത്തുമ്പോൾ, ജീവിതത്തിൽ പല ഇടപാടുകൾക്കും കുറവുകൾ വരുത്തുമ്പോൾ, നാം ഹല്ലേലൂയ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് അവനെ സകല നാമത്തിലും മേലായ നാമം പിതാവായ ദൈവം അവന് കൊടുത്തു. എല്ലാ നാമത്തിലും മേലായ നാമം. ഈ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോഴാ എനിക്കും നിങ്ങൾക്കും മറുപടി തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ കരയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വേദനിക്കുമ്പോൾ, നമ്മൾ നിരാശപ്പെടുമ്പോൾ നമ്മുടെ പുറത്ത് വന്ന് തട്ടുന്ന ഒരനുഭവം നമുക്കുണ്ടാകുന്നത് ഹല്ലേലൂയ ഈ സ്നേഹം ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അടിയുടെ വേദന എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നിന്ദകൾ അങ്ങനെ നിന്ന എന്താണെന്ന് മനസ്സിലാക്കിയത് കർത്താവാണ്. വിശപ്പും ദാഹവും എന്താണെന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കിയത് കർത്താവാണ്. അതുകൊണ്ട് നാം കരയുമ്പോൾ കരച്ചിലിനോട് കൂടെ ഒന്നിച്ചിരുന്ന് കരയാൻ പ്രാപ്തിയുള്ള നമ്മുടെ കർത്താവ് ഭാര്യയോ മക്കളോ ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ കർത്താവ് കൂടെ ഇരുന്ന് കരയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. കാരണം മകനെ മകളെ എന്ന് വിളിച്ച നമ്മൾ ഹല്ലേലൂയ തലോടാൻ ദൈവത്തിന്റെ കൃപ അവിടെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലത്തെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനാൽ ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് യേശു ദൈവമല്ലെന്ന് പറയുന്നവരും യേശുവിനെ വിശ്വസിക്കാത്തവരും ഹല്ലേലൂയ അതാണ് ദൈവം ഇതാണ് ദൈവം എന്നൊക്കെ പറയുന്ന പലരും നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇവരെ കൊണ്ടെല്ലാം അവരുടെ വാഗുണ്ട് യേശു കർത്താവെന്ന് പറയുന്ന സമയം വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊക്കെ അത്ര കണ്ടങ്ങ് വിശ്വസിക്കുന്നില്ലെങ്കിലും
ഹല്ലേലൂയ. ഈ വചനം വ്യക്തമായിട്ടും സത്യമായിട്ടും വിളിച്ചു പറയുന്നു. ഈ ലോകത്തിലെ സകല ജാതികളും യേശു കർത്താവെന്ന് വിളിച്ചു പറയുന്ന സമയം അത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന് ഹല്ലേലൂയ ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഒരുക്കുന്ന ദിവസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് എല്ലാ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടിയും ചെയ്യേണ്ടിയും വരും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ വരും കാലഘട്ടത്തിൽ നാം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ വരും കാലഘട്ടത്തിൽ നാം കാണാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിലെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകയും ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അവിടെ വായിക്കുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ നമുക്ക് ബലം തരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ശക്തിയല്ല. നാം ഹല്ലേലൂയ ആരെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ട് ജയം പ്രാപിക്കുന്നതല്ല. ഇവിടെ വായിക്കുന്നു ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുന്ന ദൈവ വൈതലിനെ തകർത്ത് കളയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ബലം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. അവസാന നിമിഷം ഡോക്ടർമാര് പറയും നിങ്ങൾ ഇനിയും പ്രാർത്ഥിച്ചോ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഹല്ലേലൂയ. അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. അവർക്കൊക്കെ ഒരു ഹല്ലേലൂയ അവരുടെ കഴിവിന് ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിധിക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ സമയത്ത് നമ്മുടെ മധ്യത്തിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുക. എന്താ പറയുന്നത്? നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ നാമമാ, യേശുവിന്റെ നാമം. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഈ കർത്താവിന്റെ നാമം അധികാരത്തോടെ ഉച്ചരിക്കാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആ നാമത്തിന്റെ ശക്തി എന്താണെന്ന് ഈ പകൽ സമയത്ത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൃപ തന്നിട്ടുണ്ട്. ഈ കൃപ പ്രാപിക്കുന്ന ദൈവമക്കൾ അധികാരത്തോടെ കൽപ്പിച്ചാൽ ലോകത്തിന്റെ ആത്മാവിന്റെ ശക്തി അല്ല ക്ഷീണിപ്പിക്കുന്ന ദുരാത്മാവിന്റെ വ്യാപാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. ഈ നാമത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വ ശക്തി എന്ന് പറയുന്നത് അത് ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു എന്താണ്? അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ ഹല്ലേലൂയ. ഈ ദൈവാലയത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ ഗർഭം മുതലേ മുടന്തനാ. സ്തോത്രം. ഹല്ലേലൂയ. ഭിക്ഷ യാചിക്കുന്നത് അവന്റെ ഒരു തൊഴിലായിട്ട് അങ്ങ് മാറി. അവനെ ആ ഒരു തൊഴിലിലേക്ക് അവന്റെ കുടുംബക്കാരും ദേശക്കാരും എല്ലാം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനും മനസ്സിലായി എന്റെ ജീവിതാവസാനം വരെ ഇങ്ങനെ എരന്നരന്ന് ജീവിക്കാനാണ് എന്റെ ഹല്ലേലൂയ തലവിധി എന്നൊക്കെ പറഞ്ഞ് അവനും ഇരുന്ന് കാണുമായിരിക്കും. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിലതിനെ കണ്ടോണ്ട് നമ്മളും പറയും ഹല്ലേലൂയ എന്റെ തലവിധി ഇങ്ങനെയാണ് അല്ലേ, എന്റെ തലയിലെഴുത്ത് ഇങ്ങനെ എവിടെ എഴുതി വെച്ചേക്കുന്നത് എന്നൊന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മൾ സ്വയം ഒന്ന് പറയും എന്റെ തലയിലെഴുത്താണ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ എഴുത്തിനെയും മായിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. സ്വയം ഹല്ലേലൂയ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന സ്തോത്രം ഹല്ലേലൂയ ഈ പദ്ധതി ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ചിട്ട് എന്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരുമെന്ന് പറയാൻ ഒരു ധൈര്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്റെ തലയിലെഴുത്ത എന്റെ തലവിധിയാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനല്ല, എനിക്ക് ജീവിക്കുന്ന ഒരു
യേശുവുണ്ട്, അവന്റെ നാമത്തിൽ ഈ പ്രശ്നത്തെ ഞാൻ അതിജീവിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാമത്തിന്റെ ശക്തി നമ്മളൊന്ന് വെളിപ്പെടുത്തണമെന്ന്. ഹല്ലേലൂയ, നമ്മളൊന്ന് വെളിപ്പെടുത്തണം. എന്താണെന്നറിയാമോ? നമ്മുടെ തലമുറകളോട് വെല്ലുവിളിക്കുന്ന, നമ്മുടെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന, നമ്മുടെ നന്മയോട് വെല്ലുവിളിക്കുന്ന ഒത്തിരി മണ്ഡലത്തിന്റെ നടുവിലാ, ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലാ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പക്ഷേ ഈ നാമത്തിന്റെ ശക്തി നമ്മളിൽ ഒന്ന് വെളിപ്പെട്ടാലുണ്ടല്ലോ, ഈ നാമം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ടാലുണ്ടല്ലോ, ഈ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുന്ന ദൈവമൈതലേ, ഈ നാമത്തിന്റെ ശക്തി ഒന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ചലിക്കുവാൻ കൊണ്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ നിസ്സാര കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒത്തിരി രാത്രിയായി. തിരിച്ചു വരുമ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. 9:30 ആയി. ഇനി ഇവിടെ വന്ന കടയൊക്കെ കാണത്തില്ല. ഞങ്ങൾ വഴിയിലെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം. ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭയങ്കര സമയമെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ വന്ന് കഥവ് തുറന്നപ്പോ ബിരിയാണിയും കോഴിക്കറിയും. സമയത്ത് ദൈവമക്കളെ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമത്തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം എന്താണ്? ഈവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. എന്താണ് അവിടെ വായിക്കുന്നു? അവൻ മുഖാന്തരമുള്ള ദൈവത്തിലുള്ള വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ ചരിത്രത്തെ ദൈവം മാറ്റിയെഴുത്തും. നമ്മുടെ തലമുറകളുടെ സ്ഥിതികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില അന്ധകാരത്തിന്റെ മേഖലകളെ തകർത്തെറിയാൻ ഈ നാമത്തിന്റെ ശക്തി എന്താണെന്ന് സ്വയം ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ, ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ഹല്ലേലൂയ ജീവിതം ഒന്ന് വിട്ടുകൊടുക്കാൻ ഒരു പൂർണ്ണ സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നാമം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ഈ അവൻ മുഖാന്തരമുള്ള വിശ്വാസം. ഈവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ആര് മുഖാന്തരമുള്ള വിശ്വാസം? യേശു ക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസം. ഹല്ലേലൂയ. യേശുവിലുള്ള വിശ്വാസം ഇവന്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം, അപ്പൊ നമ്മളെല്ലാം ഈ ലോകം കാണത്തക്ക നിലവാരത്തിൽ യേശുവിന്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ മുട്ടുമടക്കിയ ഒരുവന്, ഹല്ലേലൂയ, ആലയത്തിന് മുമ്പിൽ വർഷങ്ങളായിട്ട് മുട്ടുമടക്കിയിരിക്കുന്ന അവനെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ ഓരോ നിമിഷം മുട്ടുമടക്കിയപ്പോൾ അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയെങ്കിൽ ആലയത്തിനകത്ത് വർഷങ്ങൾ ഇരുന്നതിന്റെ കണക്കല്ല. ഇന്ന് പല സമയത്ത് ബന്ധക്കോസിൽ ചേർന്നിട്ട് ഞാൻ ഇത്ര വർഷമായെന്ന് കണക്ക് പറയാനല്ല, ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ ഇരുന്ന ദൈവത്തെ ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. പാരമ്പര്യം പറയുന്ന ബന്ധക്കോസ് അല്ല നമുക്ക് ആവശ്യം, വിശ്വാസമുള്ള ബന്ധക്കോസ് നമുക്ക് ആവശ്യം. യേശു ജീവിക്കുന്ന ദൈവമാണ്. അവന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും അടങ്ങും. അവനിലൂടെ നടക്കാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇല്ലേ ഇല്ല. ഈ ആരോഗ്യം വരുവാൻ അതാണ് കാരണം. നമുക്ക് ആരോഗ്യം വരാൻ യേശുവിലൂടെയുള്ള ആ വിശ്വാസത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വാസത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം കൂടെ വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 4:30. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ. അവിടെ ഒരു അപേക്ഷയാണ്.
ഹല്ലേലൂയ. അതിനു മുമ്പേ പറയുന്നു, ഏതെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് പരിശുദ്ധനായ കർത്താവിന്റെ നാമത്തിൽ നടക്കുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ ഒരു അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കത്തില്ല. ഈ സ്വീകരിക്കുന്നയാൾക്കും ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ വിടുതൽ വേണ്ടയാൾക്കും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നയാൾക്കും ഒരുപോലെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചാലേ അവിടെ വിടുതൽ നടക്കത്തുള്ളൂ. അവിടെ ചിലപ്പോ പറയത്തില്ലേ, അന്നത്തെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ആ ദൈവദാസം വന്നപ്പോൾ എനിക്ക് വിടുതലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അയ്യോ ആ ദൈവദാസന്റെ ശുശ്രൂഷ എന്നാ ശുശ്രൂഷയാ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ. ഹല്ലേലൂയ, അത് ദൈവദാസന്റെ ക്വാളിറ്റി അല്ല, ദൈവദാസന്റെ പ്രാഗൽഭ്യമൊന്നുമല്ല. പക്ഷെ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അവിടെ വന്നിരിക്കുന്ന വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹവും ഒന്നിച്ച് സംയോജിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ചിലർ കണ്ടിട്ടില്ല, ഞാൻ കോട്ടയത്തായിരുന്നപ്പോ ഇന്ന പോലെ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു ചെന്ന അവിടെ ഇത്ര വിടുതലുകൾ നടന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ല. ഹല്ലേലൂയ. അവിടുത്തെ വിടുതലിന്റെ ചരിത്രമൊക്കെ പറയും, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും നടന്നില്ല. സ്തോത്രം. കോട്ടയത്തെ ദൈവമല്ലേ, കോട്ടയത്ത് പ്രവർത്തിച്ച ദൈവമല്ലേ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്നേ? എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നില്ല? വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങണം. ഹല്ലേലൂയ. നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, ഒരു വിഷയമുണ്ടായാൽ ആ വിഷയവുമായിട്ട് ദൈവം മുമ്പാകെ, കർത്താവേ എനിക്കിത് പ്രാപിച്ചെടുക്കാൻ കഴിയണം. ഉപവാസ പ്രാർത്ഥന നടന്നത് കൊണ്ട് കാര്യമില്ല. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നതിന് മുമ്പ് ആഗ്രഹങ്ങളും വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കണം. അല്ലെങ്കിൽ അടിച്ചു വാരിയിട്ട വീട്, സ്തോത്രം, പിന്നത്തേത് നോക്കിയപ്പോൾ ഭൂതമെല്ലാം പോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ പോയതിനെക്കാട്ടിൽ ഇരട്ടിയാ അതിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിടുതലൊക്കെ നടന്നു, ഭയങ്കര അത്ഭുതമൊക്കെ ആയിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും പണ്ടത്തേതിന്റെ പിന്നത്തേത്. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ഉണർവല്ല, അന്ന് വിടുതൽ കിട്ടി. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞ് കണ്ടപ്പോൾ ഹല്ലേലൂയ പണ്ടത്തേതിന്റെ പിന്നത്തേത്. എന്താ കാരണം? ഹല്ലേലൂയ, പ്രാർത്ഥിച്ചതിന്റെ കുറവാണോ? ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആഴം ഭവനത്തിനകത്ത്, ജീവിതത്തിനകത്ത് നിലനിൽക്കണം. നിലനിന്നാൽ ഈ വിശ്വാസം, ഹല്ലേലൂയ, അതിന്റെ ഫലം, അതിന്റെ പൂർത്തീകരണം, അതിന്റെ നന്മ ദൈവമക്കൾ അനുഭവിപ്പാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, ഹല്ലേലൂയ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. ഹല്ലേലൂയ. ആരുടെ കൈയാ? പത്രോസിന്റെയോ യോഹന്നാന്റെ കൈയൊന്നുമല്ല. അവിടെ വായിക്കുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും. ഇവര് പറയുക, അയ്യോ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്ന ഇവൻ ഞങ്ങളൊന്ന് കൈവച്ചപ്പോഴേ അവൻ ചാടി എഴുന്നേറ്റു. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഹല്ലേലൂയ, ഞങ്ങളിലുള്ള ദൈവകൃപ എന്നല്ല അവരവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ശക്തി കൊണ്ടോ, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ, ഞങ്ങളുടെ കൃപ കൊണ്ടോ, ഞങ്ങൾക്ക് ലഭിച്ച കൃപ കൊണ്ടോ അല്ല ഈ അത്ഭുതം നടന്നത്. ദൈവത്തിന്റെ നാമത്താൽ, നിന്റെ പരിശുദ്ധനായ കർത്താവിന്റെ നാമത്താൽ ഇവിടെ അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെയൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. അത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെയുള്ള പ്രായമുള്ളവരെ കൊണ്ട് ചെയ്യും. ഇവിടെയുള്ള ഹല്ലേലൂയ സഹോദരിമാരെ കൊണ്ട് ചെയ്യും. സഹോദരങ്ങളെ കൊണ്ട് ചെയ്യും. ദൈവത്തിന് ഒരു ഹല്ലേലൂയ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ, ഒരു കാര്യം നടത്തണമെങ്കിൽ ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കള് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആവരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇന്ന് പല സമയത്ത് ഇതിനകത്ത് ആവരിക്കുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ നാമം ഇന്ന് പല സമയത്ത്, കർത്താവിന്റെ നാമം എന്റെ മേൽ, നിങ്ങളുടെ മേൽ ആധിപത്യത്തോടെ വെളിപ്പെട്ട ചില വിടുതലുകൾ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ.
ഒരു വചനം ഹല്ലേലൂയ അത് വെളിപ്പെടണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഒരുപോലെ നീങ്ങണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഈ ആഴ്ച ശുശ്രൂഷ ഒക്കെ വലിയ പാളിപ്പോയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷ നല്ലതായിരുന്നു, ഈ ആഴ്ച ശുശ്രൂഷ മോശമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന ഒരാളല്ല ശുശ്രൂഷിക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നാളെ ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് സംസാരിക്കണം. ഇത് ആരുടെയും സ്വന്തമല്ല, നമ്മുടെ എല്ലാവരുടെയും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഒരുക്കമുണ്ടാകണം. കർത്താവേ എനിക്കൊരു വിടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് പോവട്ടെ, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ പ്രാർത്ഥിച്ച് വന്നേ, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സന്തോഷം വേണം, എന്റെ വിഷയത്തിനൊരു ഹല്ലേലൂയ മറുപടി കിട്ടണമെന്ന് തലേ ദിവസം ഹല്ലേലൂയ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം കുളിച്ചില്ല, തേച്ചില്ല, എങ്ങനെയെങ്കിലും ആ സമയത്തൊന്ന് കടന്നു ചെല്ലണമെന്നുള്ള ആ സ്തോത്രം തത്രപ്പാടിൽ ഓടി വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നേരത്തെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസഭയിൽ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ, ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. കർത്താവേ ഹല്ലേലൂയ ഒന്ന് ഇടപെടണമെന്ന് നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥനയോട് ഒരുക്കത്തോടെ കടന്നു വരാൻ കഴിയുമോ? ചില ദൈവപ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആത്മാവിന്റെ കരം ചലിക്കപ്പെടും. എല്ലാവരും ഹല്ലേലൂയ. അവിടെയാണ് വായിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇത് രണ്ടാമത്തെ നിലയാകട്ടെ, ഇത് മൂന്നാമത്തെ നിലയാകട്ടെ, എത്ര നിലയാണെങ്കിലും ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ ഇവിടെ കുലുങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം എന്ത് ചെയ്തു? ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവവചനം ആ അധികാരത്തോടെ. 4:12 കൂടെ വായിച്ച 4:12 മറ്റൊരുത്തരായാലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. ഈ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ നാമത്തിന്റെ പ്രത്യേകതയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല. ഏതെങ്കിലും ഒരുത്തനിൽ രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒത്തിരി പേരുണ്ട്, ശ്രേഷ്ഠന്മാര്, അതിശ്രേഷ്ഠന്മാര്, വിശുദ്ധന്മാര് എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, അവരിൽ ഒന്നും അല്ല രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. ഇവിടെ നിൽക്കുന്ന എന്നിലും രക്ഷയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ശ്രേഷ്ഠന്മാരിൽ രക്ഷയില്ല, നമുക്ക് രക്ഷപ്പെടാൻ മറ്റൊരുത്തനും രക്ഷയില്ല. എന്നിട്ട് പറയുക ഹല്ലേലൂയ, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ, നമ്മൾ ഓരോരുത്തരും വിടുതല പ്രാപിക്കണമെങ്കിൽ, നമ്മളെല്ലാവരും ജയം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു കർത്താവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പോയാൽ രക്ഷപ്പെടാം, ഇവിടെ പോയാൽ രക്ഷപ്പെടാം എന്നൊക്കെ ഉള്ള ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ യേശു കർത്താവിന്റെ നാമമല്ലാതെ രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് ഈ ദൈവത്തിന്റെ നാമമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കള്ളും ഹല്ലേലൂയ കുടിച്ച് ഹല്ലേലൂയ മോശമായ നിലയിലൊക്കെ ജീവിച്ചിരുന്ന എന്നെ പോലെയുള്ളവരെയൊക്കെ ദൈവം തെരഞ്ഞെടുത്ത് പിടിച്ച് ഒതുക്കുകയും അടക്കി സ്തോത്രം ദൈവത്തിന്റെ നാമം പ്രഖ്യാപിക്കാൻ ഉയർത്താൻ ദേശത്തിന്റെ നടുവിലൊക്കെ നിർത്തുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കാലഘട്ടത്തിൽ വെല്ലുവിളിച്ച് നടന്നതിനെ പലതിനെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ ശക്തിയോട് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടും യോഗ്യതയില്ലാഞ്ഞിട്ടും കുലമഹിമകൾ ഒന്നുമില്ലാഞ്ഞിട്ടും കർത്താവ് തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ മുക്കോന്മാരെ പഠിപ്പറിവില്ലാത്തവരെ ഒക്കെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ?
ഇന്ന പല സമയത്ത് ദൈവത്തിന്റെ നാമം അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുമെന്ന് ദൈവത്തിന് അറിയാം. ഇന്ന് പല സമയത്ത് നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. ദൈവമക്കളെ ഒന്ന് ആഴത്തിൽ വിശ്വസിച്ച ചില ദൈവപ്രവർത്തി, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കാലമണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമം ഹല്ലേലൂയ മറ്റൊരുത്തരും രക്ഷയില്ല. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ, നാം രക്ഷപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ഈ നാമത്തെ മുറുകെ പിടിക്കണം. ശാരോനെ മുറുകെ പിടിച്ചാൽ IPCയോ ചർച്ചോ കോടതിയോ ഏജിനെയോ ഒന്നും മുറുകെ പിടിച്ചാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. കർത്താവിനെ ഹല്ലേലൂയ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ ഈ നാമത്തിലെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ നാമത്തിന്റെ ശക്തി അത് ഹല്ലേലൂയ. ഇവിടെ ആള് കുറവാണ്, ഇവിടെ ആരാധനയില്ല, ഇവിടെ ഹല്ലേലൂയ വെളിപ്പാടില്ല, ഇവിടെ ദർശനമില്ല. ആ സ്തോത്രം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച മറ്റൊരിടത്തോട്ട് പോയാലും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ഈ നാമം നമ്മളിലേക്ക് ശക്തിയോടെ വന്നാൽ, ഈ നാമത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടാൽ നമ്മൾ ഇരിക്കുന്ന ഇടം കുലുങ്ങും. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ആരാധന ആലയം അവിടെ എവിടെ ആരാധിക്കാൻ ഇരിക്കുന്നു, എവിടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു, അവിടെ കുലുങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പെട്ടെന്ന് പോകുന്നല്ലോ. ഹല്ലേലൂയ. 1 തീമോഥെയോസ് 6:15 കൂടെ വായിച്ചാൽ 1 തീമോഥെയോസ് 6:15. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവരുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. കർത്താവ് ആരാണെന്ന് അവിടെ പറയുന്നേ. ഹല്ലേലൂയ. ആരാന്ന് പറയുന്നത് ഒന്നുകൂടെ വായിച്ചു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് എന്ത് കൊടുക്കണം? ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കണം. എന്ത് കൊടുക്കണം? ബഹുമാനം കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ആരാധനയ്ക്ക് കടന്നു വരേണ്ടവരെ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളവർ വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കട്ടെ, എന്തെല്ലാം സംഭവിക്കട്ടെ, ആരാധന മാത്രം എത്തിയേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഞാൻ കൊടുക്കാതിരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ പേര് പറഞ്ഞ്, ഹല്ലേലൂയ, മരണത്തിന്റെയും ഹല്ലേലൂയ ഏതിന്റെയൊക്കെ പേര് പറഞ്ഞ്, ഇന്നൊരു ദിവസമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുടക്കുന്ന ബഹുമാനം ഉണ്ടല്ലോ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം ദൈവത്തിന് ബഹുമാനം കൊടുക്കാൻ മറന്നു പോയാൽ, ഹല്ലേലൂയ, മനസ്സിലാക്കണം, മറ്റൊരുത്തനും രക്ഷയില്ല. ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ കുടുംബക്കാരിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ പ്രതീക്ഷ വെക്കുന്ന മക്കളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഏക മാർഗം എന്ന് പറയുന്നത് ഈ നാമത്തിലാ. ഈ നാമത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അവൻ എന്ത് ചെയ്യണം? അവൻ ഹല്ലേലൂയ, അവൻ മാത്രം. അവിടെ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഹല്ലേലൂയ. ഇത്ര ഭയങ്കരനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് മറന്നു കളയും.
ഹല്ലേലൂയ. എനിക്ക് അവിടെ വേദനയാ, ഇവിടെ വേദന, ആ പ്രശ്നം നടക്കുന്നില്ല, ഈ പ്രശ്നം നടക്കുന്നില്ല, അതിന് പരിഹാരമില്ല, ഇതിന് പരിഹാരമില്ലെന്ന് പറഞ്ഞ് 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 ജീവിതം തള്ളി നീക്കി ആ കുഴിമാടം വരെ ചെല്ലും. ഹല്ലേലൂയ. ആ കുഴിമാടം വരെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരാത്മീയ പകർച്ച നമുക്കുണ്ടാകണം, ഒരാത്മ ബലം നമുക്കുണ്ടാകണം, നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹല്ലേലൂയ കൃപ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ പലരും പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരാ, പല ദൈവങ്ങളുടെ മുമ്പ് മുട്ടുമടക്കുന്നവർ. പക്ഷേ നമ്മളെ അതിനകത്ത് അടർത്തിയെടുത്തിട്ട് നമുക്കെന്താ മാറ്റമില്ലാത്തത്? ഹല്ലേലൂയ. 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 വരുന്ന ദിവസങ്ങളിൽ കുരിശുമായിട്ട് മല കയറാൻ പോകും. ഹല്ലേലൂയ. ഈ വ്യാഴാഴ്ച പെസഹ. ഹല്ലേലൂയ. അടുത്ത വെള്ളിയാഴ്ച ഹല്ലേലൂയ ദുഃഖ വെള്ളിയാഴ്ചയാ. ലോകമെല്ലാം അങ്ങനെ കൊണ്ടാടും. മൂന്നാമത്തെ ദിവസം ഹല്ലേലൂയ ഉയർപ്പിന്റെ ഞായറാഴ്ചയാ. അന്ന് പല സത്യക്രിസ്ത്യാനികൾ റോഡിൽ കിടക്കും. ഹല്ലേലൂയ. ഇന്ന് നോയമ്പും പല പരിപാടികളും. പക്ഷേ ഉയർപ്പിന്റെ ദിവസം റോഡിൽ കിടക്കുന്ന മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണാം. അവരുടെ പേരാണോ ക്രിസ്ത്യാനി? ഹല്ലേലൂയ. അവര് കൊണ്ടുവരുന്നത് അവന്റെ മുമ്പിൽ മാത്രമേ മുട്ടുമടക്കാവുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കരുത്, ഒരാഹാരത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ അവർ സ്നേഹത്തോടെ കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ. ഇത് കഴിക്കെന്ന് പറയും, നല്ല മധുരവാ, നല്ല ഹല്ലേലൂയ രസവാ ഈ വട്ടയപ്പവും ഈ ഹല്ലേലൂയ തേങ്ങാപ്പാലും ഒക്കെ കഴിക്കാൻ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പല സമയത്ത് മറന്നു പോകരുത്, നമ്മുടെ ദൈവം ആചാരങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം അനുഷ്ഠാനങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാ, നമ്മുടെ ദൈവം കർത്താവാ, നമ്മുടെ ദൈവം അമർത്തതയുള്ളവനാ. മനുഷ്യർക്കാർക്കും അവന്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ല. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാ, ഇരുട്ടവന് ആവരിക്കുന്നില്ല. നാം ഇരുട്ടിന്റെ മക്കളല്ല, ഞാനും നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മള് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ അവന്റെ പ്രത്യക്ഷത വരാൻ പോകുകയാണ്. അത് നമ്മൾ കാണും. ഹല്ലേലൂയ. ദൈവമക്കൾ അത് കാണും. ഹല്ലേലൂയ. ദൈവമക്കൾ അവനോട് കൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. കാണാൻ കഴിയാത്തവരെല്ലാം, ഹല്ലേലൂയ, എടുക്കാൻ കഴിയാത്തവരെല്ലാം ഇവിടെ കിടക്കും. അവർ മുഴുവനും ദണ്ഡനം അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നാം ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, എല്ലാം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ശമ്പളത്തിന് ഒരു ഭാഗം ദൈവത്തിനാ. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കണം. ആരോഗ്യത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണം. ഇന്ന് പല സമയത്തും നമ്മൾ എല്ലാ നന്മയിൽ നിന്നും ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവമാണ്. നമുക്ക് തരുന്നതെല്ലാം ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് അവിടെയാണ് വായിക്കുന്നത് എന്താണ്? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ